നമുക്കൊരു ഒരു ഒരു ഗായികയെ ഗായികയാണ് വിളിക്കാം. കിട്ടിയിരിക്കുന്നത്. Yes. ഗായിക ചില്ലറക്കാരിയല്ല. ഇപ്പൊ കാക്കിക്കുള്ളിൽ കലാകാരന്മാരുണ്ട് എന്ന് പറഞ്ഞ പോലെ അതെ. ഡോക്ടർമാരുടെ ഇടയിലും പാട്ടുകാരുണ്ട്, കലാകാരിയുണ്ട്. കലാകാരിയുണ്ട്. അപ്പൊ ആ കലാകാരിയെ നമുക്ക് പരിചയപ്പെടാം. ഡോക്ടർ ബിനീത, സ്വാഗതം പ്ലീസ്. യെസ്, ഡോക്ടർ ബിനീത ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയല്ലേ വന്നത് അല്ലേ? അന്നേ വളരെ മനോഹരമായിട്ട് പാടുന്ന ഗായികയാണ്. ഇപ്പോഴാണെങ്കിൽ വേദികളാണ്, അങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇതിനിടയിൽ രോഗികളെ ചികിത്സിപ്പിക്കാൻ സമയം കിട്ടോ? സമയം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി കിട്ടുന്ന സമയത്താണ് പാടുന്നത്. സർക്കാർ സർവീസിലല്ലേ? അതെ. അപ്പോൾ അത് ഈ ഗാനമേളക്കൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേക പെർമിഷനൊക്കെ എടുക്കണം. പെർമിഷനൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഏതാ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ PSC ഹാൻഡിൽ അസിസ്റ്റന്റ് സർജൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ അസിസ്റ്റന്റ് സർജന്റെ പാട്ട് കേട്ടാലോ? പാട്ട് നല്ല പാട്ടുകളുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി സോങ്ങുകളുണ്ട്. അത് ഏതിൽ തുടങ്ങണമെന്നൊന്നും അറിയില്ല. ഞാൻ ഡോക്ടർ ബിനീതയുടെ അടുത്ത് തന്നെ അത് ഞാൻ പറയുകയും ചെയ്തതാണ്. ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ? പാട്ട് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പാടാം. എനിക്ക് ലാസ്റ്റ് ഒരു അടിച്ചുപൊളി പാട്ട് വേണം കേട്ടോ. എനിക്ക് എനർജി ലെവൽ ഇങ്ങനെ താന്നോണ്ടിരിക്കുക. ഒന്ന് ഹൈ കനകമുന്തിരി തുടങ്ങിയാലോ? വരികൾ എടുക്കേണ്ടി വരും. അത് ചെയ്തിട്ടില്ലേ? അത് പാടിയിട്ടുണ്ട് ഞാൻ ഒരു തവണ, വെറുതെ എന്തോ പാടിയിട്ട്. പക്ഷെ അത് നന്നായിട്ട് ഹിറ്റായതല്ലേ? നന്ന് ഹിറ്റായതാണ്. എനിക്ക് ലിറിക്സ് മതി ഉള്ളത് പാടിയാൽ മതി, അറിയുന്നത് പാടിയാൽ മതി. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ എന്നും പ്രതീക്ഷിച്ചു നിന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ എത്ര അസാധ്യമായിട്ടാ പാടുന്നേ. ശബ്ദം അല്ലേ? ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ. മാസ്മരിക ശബ്ദം എന്നൊക്കെ പറയില്ലേ, അതിതാണ് സത്യം. കാരണം അന്നത്തെ ആ ഒരു വർഷങ്ങൾക്ക് മുമ്പല്ലേ ഐഡിയ സ്റ്റാർ സിംഗർ വന്നത്? ഏത് വർഷമായിരുന്നു അത്? 2007. 18 വർഷത്തിന് ശേഷവും ആ ശരീരം അത് ഇതേപോലെ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ പൊതുവിൽ ഇപ്പോൾ ഡോക്ടറുടെ ജോലി എന്നൊക്കെ പറയുന്നത് വളരെ ടെൻഷൻ ആയിട്ടുള്ളതാണ്. അതിൽ ഈ സംഗീതത്തിന് പിന്നെ എന്താ പറയണ്ടേ, അതൊരു ഔഷധമാണെന്ന് പറയാറില്ലേ അല്ലേ? നമ്മുടെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ റിലീവ്ഡ് ആവും അല്ലേ? അപ്പോൾ ഡോക്ടർക്ക് അത് പ്രത്യേകിച്ച് പറയാൻ പറ്റുകയും ചെയ്യും, സംഗീതം എന്ന ഔഷധത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ശരീരവും കൂടെ ചേർന്നതാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. തീർച്ചയായും. അപ്പോൾ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ശരീരത്തിന് മാത്രമാണ് എന്നാണ്. പക്ഷെ മാനസികമായിട്ടുള്ള ഇതിന് ഓഫ് കോഴ്സ് മരുന്നുകളുണ്ട്, അതിൻ്റെ വിഭാഗങ്ങളുണ്ട്. എങ്കിൽ പോലും അതിനൊരു ആഡഡ് ഇഫക്റ്റ് കൊടുക്കാൻ മ്യൂസിക്കിന് എന്തായാലും പറ്റും. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നില്ലേ ഒന്ന് കരഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ റിലീവ്ഡ് ആവും ചിലപ്പോൾ. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും മ്യൂസിക് പാടുന്നവർക്കും പാട്ട് കേൾക്കുന്നവർക്കും, ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും ഈ ടെൻഷൻ വന്ന സമയത്തൊക്കെ മ്യൂസിക് ഒരുപാട് സഹായമായിട്ടുണ്ട്. അപ്പോൾ ചില സന്ദർഭം ഇപ്പോൾ കോവിഡ് പോലെ ഈ മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അത് ഓരോ രാഗങ്ങൾക്ക് ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ രാഗങ്ങൾ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന മ്യൂസിക് തെറാപ്പികൾ ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന, പല സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പാട്ട് കൂടി കേട്ടാലോ? പാട്ട് പാടുന്നതിന് മുമ്പ് സ്കൂൾ കലോത്സവ വേദികളിൽ പാടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സ്കൂൾ കലോത്സവത്തിലൂടെയാണ് എൻ്റെ തുടക്കം. ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്. അതിൽ ഞങ്ങളുള്ള സമയത്ത് നെല്ലൈ TV കൃഷ്ണമൂർത്തി സാറൊക്കെയായിരുന്നു ജഡ്ജായിരുന്നത്. അപ്പോൾ കോഴിക്കോട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ക്ലാസിക്കൽ പാടി ഈ ഇതിങ്ങനെ കർട്ടൻ ഇങ്ങനെ ഉയരുമ്പം കാണുന്നത് പുള്ളി ഇങ്ങനെ ഒരു ഭയങ്കര രാജാവിനെ പോലെ പട്ടൊക്കെ ഇട്ടിട്ട് മാർക്കിടാണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മുടെ സകല ബോധം പോവും. അപ്പോൾ അന്ന് ഞാൻ പാടിയതൊരു റയർ രാഗമായിരുന്നു. അന്ന് അതെല്ലാവരും തോടി മോഹനം അങ്ങനെയുള്ള രാഗങ്ങൾ പാടുമ്പോൾ ഞാൻ പാടിയത് ഹേമവതി എന്ന് പറഞ്ഞൊരു രാഗമായിരുന്നു.
അപ്പോൾ അന്ന് ഹേമാവതി പാടിയ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പലപ്പോഴും എന്നെ ആൾക്കാർ ഓർത്തിരിക്കാറുണ്ട്. അപ്പോൾ കലോത്സവം ഓഫ് കോഴ്സ് രണ്ടുപേരും മൂളാം, അന്നത്തെ ഓർമ്മകളിലേക്ക് പോകാം നമുക്ക്. ശ്രീ കാന്തിമതി ശങ്കര യുവതി ശ്രീ കാന്തിമതി ശങ്കര യുവതി. എന്നിട്ട് ഇത് പിന്നെ എത്ര വേദികളിൽ പാടി? സ്കൂൾ കലോത്സവ വേദികൾ? കലോത്സവം ഈ 3 വർഷം അടുപ്പിച്ച് വിൻ ചെയ്തിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ടാണ്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ നമ്മൾ ഈ ഇതിലൊക്കെ ഫോട്ടോ, അന്ന് ഈ സോഷ്യൽ മീഡിയ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തിന് പ്രൈസ് കിട്ടിയാലും അന്ന് പ്രത്യേകിച്ച് സ്റ്റേറ്റിൽ പ്രൈസ് കിട്ടുമ്പോൾ വലിയ വലിയ ഫോട്ടോകൾ വരുമായിരുന്നു. എല്ലാ നാട് നീളം നമുക്ക് സ്വീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അവിടെ നിന്നാണ് ഈ സ്റ്റാർഡം എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതാണ്. അതിനുശേഷം സ്റ്റാർ സിംഗറിൽ വന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല, മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് കൂടി കേൾക്കണം. ഒരു പാട്ടിൽ പാടും ഡോക്ടർ വിനീത പാടും. ഒരു അടിച്ചുപൊളി പാട്ടായിക്കോട്ടെ. അടിച്ചുപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് ഇപ്പോൾ സാറിനറിയാം, നമ്മൾ എന്നെ പെട്ടെന്ന് എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ടാണ്. അത് എല്ലാവരും എവിടെ വന്നാലും ചോദിക്കണതാണ്. അത് പാടാം. കറുപ്പത്താ എനിക്ക് പിടിച്ച കളറ്, കറുപ്പത്താ എനിക്ക് പിടിച്ച കളറ്, അവൻ കണ്ണ് രണ്ടോ என்ன மயக்கம் 1000 வாட்ஸ் பவர், கருப்புத்தா எனக்கு பிடிச்ச கலரு, சாமி கருப்புத்தா சாமி சிலையும் கருப்புத்தா, யானை கருப்புத்தா கோவும் கோயிலும் கருப்புத்தா, என்ன ஆசைப்பட்டு கொஞ்சம் போது குத்துற மீச கருப்புத்தா, அழகு கருப்புத்தா, கருப்புத்தா எனக்கு பிடிச்ச கலரு. உங்களை பாட்டு ரொம்ப அழகா இருக்கு. കറുപ്പിന് 7 അഴകാണ്. ഓക്കെ, അപ്പൊ കറുത്തവരൊന്നും ഒരു കാരണവശാലും അങ്ങനെ ഒരു ഇത് വേണ്ട. എന്താ പറയണ്ടേ, കറുപ്പ് വെളുപ്പൊന്നും ആരും നോക്കാറില്ല. വീണ്ടും ഈ കറുപ്പ് കറുപ്പ് ഇങ്ങനെ പറയാനിരിക്കും. ഡോക്ടർ ബിനിത രാവിലെ 5:30 മണിക്ക് ബ്യൂട്ടി പാർലറിൽ പോയ ആളാണ്. എങ്ങനെ സമയം രാവിലെ ഇപ്പൊ മനസ്സിലായല്ലോ, വാചകടി ഈ ചാനലിൽ ഇരുന്നിട്ട് വാചകടിക്കാം. പക്ഷെ ഇപ്പൊ ഇതാ ഞാൻ കുളിച്ചു കൊടുത്തില്ലേ, അത് രാവിലെ 5:30 മണിക്ക് ബ്യൂട്ടി പാർലറിൽ പോയ ആളാണ്. വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഇത്രയും ഇതൊക്കെ ആയിട്ട് നിൽക്കണ്ട, എങ്ങനെ സമയം കിട്ടി? കാരണം ഞാൻ രാവിലെ കിറ്റ് ഉടുപ്പെടുത്തിട്ട് ഇറങ്ങി പോകുമായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നമ്മളെ കാണാൻ നമ്മൾ എങ്ങനെയാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ഒരുങ്ങണം എന്നാണ് ഞാൻ. ഇതെന്റെ ഒരു കോൺഫിഡൻസിന്റെ ഭാഗമാണ്. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു നല്ല ഒരു ലുക്ക് ആയിട്ടിരിക്കുക. അതെ അതെ, നമുക്കിപ്പോ ഒരുങ്ങാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അതാണ് നല്ലത്, ഇതാണ് നല്ലതെന്ന് എനിക്കൊരു എങ്ങനെ അതിനുള്ള ഞാൻ ആ സിൻസിയറിറ്റിയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു. അല്ല ചിലവർ ഇതിലൊക്കെ ചില മാനങ്ങൾ രക്ഷകയായി എത്തിയല്ലോ. ആ സമയത്ത് ഇതെല്ലാം ചെയ്ത് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് എങ്ങനെ വേണേലും വരാമല്ലോ, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്യാമറയിൽ വരിക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണല്ലോ ഇങ്ങനെ ചെയ്തത്. അപ്പൊ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഡോക്ടർ ബിനീത നോട്ടീസ് ചെയ്തു, ചെറിയ കാര്യമല്ല അത്. താങ്ക് യു. ഈ പിന്നെ പെർഫോമൻസ് ഒക്കെ കണ്ടോ, കാണാൻ പറ്റിയോ? ഇവിടെ അല്ലേ ഇപ്പൊ ഉള്ളത്? തൃശ്ശൂരിൽ തന്നെ അല്ലേ? ഞാൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ തൃശ്ശൂരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഏത് പരിപാടിക്കും ഇവിടെ ആൾക്കാർ തിങ്ങി നിറഞ്ഞുണ്ടാവും. കാരണം എല്ലാ കലയുടെയും പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കൂത്താവട്ടെ, കൂടിയാവട്ടെ, ഇപ്പോൾ പൈങ്കുളം, അമ്മന്നൂര്, പഞ്ചവാദ്യം, പെരുവനം ഒക്കെ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാ സ്റ്റേജിലും അതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ കാണികളായിട്ട് തൃശ്ശൂർ ഉണ്ടാവും. അതാണ് തൃശ്ശൂരിന്റെ പ്രത്യേകതയായിട്ട്. നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണല്ലോ. അതെ, അപ്പൊ ഒരു പാട്ടും കൂടി പാടിപ്പിച്ചാലോ? യെസ്, അധിക സമയം നിർത്തുന്നില്ല. അതെ, ഒരു പാട്ട് കൂടി പാടി. ഇന്ന് പോണോ, ജോലിക്ക് പോണോ? എനിക്ക് പോകണം. ഓക്കെ പ്ലീസ്, ഒരു പാട്ട് കൂടി പാടി. പെട്ടെന്നൊരു പാട്ട് പറഞ്ഞു. കനകമുന്തിരിയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ബ്യൂട്ടിഫുൾ. യു മസ്റ്റ് അത് കേൾക്കണം കേട്ടോ. ലിസൺ. ആ മുന്തിരി പാടിയാലോ? എനിക്കത് ഇഷ്ടം. ഡാൻസ് ചെയ്യാനായിരിക്കും. ഡാൻസ് മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്,
ഇലഹാനം ചിറകിൽ വിരിയും മധുരവീൻ ശലഭം വരവായി അടടപയ്യ അഴകിതയ്യ ഉടലിതന്നായി ഒഴുകാം ഒരു കുറിവാ മുത്തമിട്ടതാരാണേ കണ്ണ് കണ്ണറിഞ്ഞ് കാത്ത് കാത്ത് കനി കട്ടെടുത്ത കള്ളക്കാമുകനെ. താങ്ക് യു സോ മച്ച്. അപ്പം ഡോക്ടർ ബിനീത 2026 കൂടുതൽ വേദികൾ കിട്ടട്ടെ. ജനത്തിൻ്റെ വേദിയിലും ഡോക്ടർ ബിനീതയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. താല്പര്യം ഞാനന്ന് പറഞ്ഞല്ലോ, അത് എന്തായാലും കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം സുന്ദരിയായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കൂ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ടീച്ചർ ഇത് കൊടുത്തേക്കണേ. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. ഓക്കെ.